ഹൈ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മെയ് 24 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമായിട്ട് മാറപ്പെടും. കാരണം നിഫ്റ്റി ഇന്ന് 23,000 ടച്ച് ചെയ്ത ദിവസമാണ്. കൊറോണയ്ക്ക് മുമ്പ് നിഫ്റ്റി 12,000, കൊറോണക്ക് ഏകദേശം 7,000 റേഞ്ച് വരെ എത്തി. അതിനുശേഷം നിഫ്റ്റി അതിശക്തമായിട്ട് മുന്നോട്ട് മാത്രമാണ് പോയിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ആളുകൾക്ക് വളരെയധികം താല്പര്യം. കാരണം നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കുറച്ച് നാളുകൾ എടുത്താണെങ്കിൽ കൂടിയും കയറിപ്പോകും എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട്. നിഫ്റ്റിയിൽ ഒട്ടുമിക്ക കമ്പനീസൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. വിപ്രോ പോലെയുള്ള ചുരുക്കം ചില സ്റ്റോക്കുകൾ മാത്രമാണ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഫോളായി തിരിച്ച് കയറാനായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സ്റ്റോക്ക്. ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത, ഏകദേശം മാർക്കറ്റ് തീരുന്ന അവസാന മൊമെൻ്റ് വരെ കൺസോൾഡേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. കൺസോൾഡേറ്റ് ചെയ്ത് നിന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു കൺസോൾട്ടേഷനാണ്. കാരണം ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ്, കൂടാതെ തന്നെ ഇന്നലെ US മാർക്കറ്റിലെ ഡോ ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇടിവിലാണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിഭീകരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടിട്ടില്ല. ആരും സെല്ല് ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നില്ല. മേ ബി FIs സെല്ല് ചെയ്യാൻ കൂട്ടാക്കുന്നില്ലാവില്ല. കാരണം FIs ഇന്നലെ ഏകദേശം 4,800 കോടി രൂപക്ക് ബൈ നടത്തിയ ഒരു ദിവസമാണ്. സ്വാഭാവികമായും മേ ബി ഇന്നും അവർ കൂടി ബൈ നടത്താണെങ്കിൽ മാർക്കറ്റ് പതിയെ മുന്നോട്ട് പോകും. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടിന് മുന്നേ തന്നെ നിഫ്റ്റി 23,000 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള എക്സ്പയറിയാണ്. കാരണം സെൻസെക്സ് ഇത്ര അധികം കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ദിവസങ്ങൾ വളരെ റയറായിട്ട് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സെൻസെക്സ് അവസാന മൊമെൻ്റ് വരെ കൺസോൾട്ടേഷൻ ആയി നിന്നിട്ടുണ്ട്. വളരെ ഈസി എക്സ്പയറി. HDFC ബാങ്കും ആക്സിസ് ബാങ്കുമാണ് ബാങ്കിങ് സെക്ടറിൽ നിഫ്റ്റീനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് FMCGയിൽ ITC സ്റ്റോക്ക് നിന്ന് ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ MNM ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് MNM ഫോൾ ആയിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് ഫോൾ ആയിട്ടുണ്ട്. ഈ ആക്സിസ് ബാങ്കും HDFC ബാങ്കിനോടൊപ്പം നിഫ്റ്റിയിലെ റാലിക്ക് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ആ ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താതെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് L&Tയും എയർടെലുമാണ്. ഇപ്പോൾ ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. പിക്ചർ ഇല്ല, ഞാൻ ജസ്റ്റ് പറയാം. ബിറ്റ്കോയിൻ 2,400 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി 65,000 ബിറ്റ്കോയിൻ എത്തി നിൽക്കുകയാണ്. ഗോൾഡ് 2,467 വരെ പോയ ഗോൾഡ് പെർ ഔൺസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 2,400 താഴെ പോയി. ഇന്നും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എന്നാൽ ഈ ഒരു സമയത്ത് ഈ കറൻറ്റ് മൊമെൻറ്റിൽ ഗോൾഡ് പെർ ഔൺസിന് ഏകദേശം ഒരു $11 ഒരു സ്പൈക്ക് ആയിട്ടുണ്ട്. അതായത് $2,340 പെർ ഔൺസിലേക്ക് ഗോൾഡ് തിരികെ കയറിയിട്ടുണ്ട്. ഇന്ന് ക്ലോസ് ആയ എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. എന്നാൽ ഡോ ഫ്യൂച്ചർ സ്റ്റേബിളായി നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് നമ്മളുടെ ഇന്ത്യ വിക്സ് ഇന്ന് വലിയ തോതിൽ ഫോൾ ആയിട്ടില്ല. 1.86% ഒരു സ്പൈക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ദിവസം ഇന്ത്യ വിക്സ് ഒന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഇന്ത്യ വിക്സ് നിൽക്കുന്നത് ഏകദേശം ഒരു 21.7 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇന്ത്യ വിക്സിലും വലിയ തോതിലൊരു സ്പൈക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ US വിക്സിലും 8% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ ഈവൻ്റ് അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ഇപ്പോഴുള്ള അവസ്ഥ. നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരുമ്പോൾ ഇനോക്സ് വിൻഡ് ഇന്ന് ഏകദേശം 8% ഒരു റാലി രേഖപ്പെടുത്തി. ഇവരുടെ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഡിവിഡൻഡ് ഡേറ്റ് ആണ് ഇന്ന്. വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട്. 2 മേജർ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ വോഡാഫോൺ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം, അതുപോലെ തന്നെ ജെഫ്രീസ് എന്ന് പറയുന്ന അടുത്തൊരു ബ്രോക്കറിംഗ് സ്ഥാപനം വോഡാഫോണിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വോഡാഫോണിൽ വളരെ റീസെൻ്റായിട്ട് 20,000 കോടി രൂപയുടെ ഒരു ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ താരിഫ്, ഇവരുടെ ഈ കോൾ റേറ്റും ഇൻ്റർനെറ്റിൻ്റെ ചാർജസ് എല്ലാം തന്നെ ഉയർത്തുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദാനി എൻ്റർപ്രൈസസ് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, ഹിൻഡൽബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഫോളായ എല്ലാ പോയിൻറ്റും ആദാനി എൻ്റർപ്രൈസസ് തിരികെ
വന്നു എന്നുള്ളതാണ്. അന്ന് ലോസായ എല്ലാ പോയിന്റും റിക്കവറി രേഖപ്പെടുത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ന്യൂസ് കാരണം സ്റ്റോക്ക് ഇടിയാണെങ്കിൽ തിരിച്ചു കയറും. ഈ ഹിൻഡൽബർഗ് എന്ന് പറയുന്നത് നന്മ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. അവർ അദാനി എൻ്റർപ്രൈസസിനെ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ ഷോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയ കമ്പനിയാണ്. അപ്പോൾ സ്റ്റോക്ക് തിരികെ കയറി എന്നുള്ള ന്യൂസാണ്. JQG പാർട്ട്നേഴ്സാണ് ആ ഒരു സമയത്ത് അദാനി സ്റ്റോക്കുകളിൽ വലിയ തോതിൽ യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് JQG പാർട്ണർ. അപ്പോൾ അവരാണ് അദാനി സ്റ്റോക്കുകളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ JQG പാർട്ട്നേഴ്സിൻ്റെ ഒരു ലാഭം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു സമയത്ത്. ഗോ ഡിജിറ്റ് IPO കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗോ ഡിജിറ്റ് IPO. അപ്പോൾ എമാക്കി എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം പറയുന്നത് ഗോ ഡിജിറ്റ് IPOയിൽ ഏകദേശം ഒരു 31% വരെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടേക്കാമെന്ന് അവരുടെ ഒരു അഭിപ്രായ പ്രകടനമുണ്ട്. ഫോർട്ടീസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഫോർട്ടീസ് ഹെൽത്ത് കെയർ കമ്പനി അവരുടെ ഒരു പുതിയ ഹോസ്പിറ്റലിൽ 400 ബെഡിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ ഇതിലൂടെ ഇവരുടെ റവന്യൂ ഓൾമോസ്റ്റ് ഡബിൾ കിട്ടുമെന്ന് കമ്പനി പ്രത്യാശ പ്രകടിപ്പിച്ചു. ലാൻഡ്മാർക്ക് കാറ് ഏകദേശം 7% ഫോൾ രേഖപ്പെടുത്തി. ലക്ഷറി കാറുകളെല്ലാം തന്നെ വിപണനം നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ മോശമായിട്ടുള്ള ഒരു Q4 റിസൾട്ട് കാരണം ആണ് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുള്ളത്. ഫിനോലെക്സ് കേബിൾ 2004 കമ്പനി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു റാലിക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചു. ഓൾമോസ്റ്റ് 10% കൂടുതൽ ഫിനോലെക്സ് കേബിൾ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സുന്ദരം ഫിനാൻസ് കമ്പനി ഇവിടെ റിസൾട്ട് വന്നു. 430 കോടി രൂപയിൽ നിന്ന് 510 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി സുന്ദരം ഫിനാൻസ് കമ്പനി. സെഞ്ചുറി പ്ലൈവുഡ് കമ്പനി 115 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. ഹിൻഡൽകോഡ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 31% വർദ്ധിച്ച് 3174 കോടി രൂപയിലേക്ക് ഇവർ ഈ തവണത്തെ Q4 റിസൾട്ടിൽ ഇവർ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. നെറ്റ് പ്രോഫിറ്റിൽ 31% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള അശോക് ലൈലാൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 900 കോടി രൂപ കരസ്ഥമാക്കി. ഏജിസ് ലോജിസ്റ്റിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 140 നിന്ന് 200 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. മാംഗ്ലൂർ കെമിക്കൽ കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 92% ഇടിവ് രേഖപ്പെടുത്തി. 67 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഈ തവണ 4 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ സമയക്കുറവുകൊണ്ട് സ്റ്റോക്കുകളുടെ പേര് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചില്ല. അപ്പോൾ വളരെ സാവധാനമാണ് സ്റ്റോക്കുകളുടെ പേരുകൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് എത്താം. കൂടാതെ തന്നെ ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.